അരമണിക്കൂർ സമയമെങ്കിലും വേണം അവിടെ എത്താൻ. ഈ പുത്തുമല എന്ന് പറയുന്നത് മേപ്പാടിയിൽ നിന്ന് ചൂരൽമലയിലേക്കും മുണ്ടക്കൈയിലേക്കും പോകുന്ന അതേ റോഡ് തന്നെയാണ്, ഒറ്റ റോഡാണ്. ആ റോഡിൽ ഏതാണ്ട് പകുതി ദൂരത്തിൽ ആണ് പുത്തുമല. അത് ആദ്യം കള്ളാടി എന്ന സ്ഥലമാണ്, അത് കഴിഞ്ഞ് പുത്തുമല കഴിഞ്ഞാണ് ചൂരൽമല, പിന്നീട് പാലം കടന്ന് മുണ്ടക്കൈയും അട്ടമലയും. അത്തരത്തിൽ ആ വഴിയിൽ തന്നെയാണ് ഈ സ്ഥലം. മേപ്പാടി ടൗണിൽ നിന്ന് ഏതാണ്ട് അരമണിക്കൂറെങ്കിലും യാത്ര ചെയ്താലാണ് ഈ സ്ഥലത്തേക്ക് എത്തുക. ഈ പ്രദേശം മുഴുവൻ മേപ്പാടിയിൽ നിന്ന് ഈ റോഡിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പ്രദേശം മുഴുവൻ തേയിലത്തോട്ടങ്ങളാണ്, മറ്റ് ചില കമ്പനികളുടെ തോട്ടങ്ങളാണ്. ആദ്യ ഭാഗത്തൊക്കെ പുത്തുമല മുതൽ അങ്ങോട്ട് ഏതാണ്ട് വനാതിർത്തി വരെ പൂർണ്ണമായും ഹാരിസൺ മലയാളം കമ്പനിയുടെ തോട്ടങ്ങളാണ്. അട്ടമലയിലും മുണ്ടക്കൈയിലും ചൂരൽമലയിലുമൊക്കെ ഹാരിസൺ മലയാളം കമ്പനിയുടെ തോട്ടങ്ങളുണ്ട്, പുത്തുമലയിലുമൊക്കെ. അത്തരത്തിൽ പുത്തുമലയിൽ നേരത്തെ ഉരുൾപൊട്ടിയ 2019 ഉരുൾപൊട്ടി 17 ജീവനുകൾ നഷ്ടമായ ആ പ്രദേശത്തെ സ്ഥലത്താണ് ഇപ്പോൾ സംസ്കാരത്തിനായി ഇത്തരത്തിൽ പൊതു സംസ്കാരത്തിനായി ഒരു സ്ഥലം ഒരുക്കിയിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്ത് ഇടപെട്ടാണ് ഈ സ്ഥലം ഇത്തരത്തിൽ ലഭ്യമാക്കിയത്. ശരി, കമലാണ് ഈ മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിന് മുമ്പിൽ നിന്ന് നിൽക്കുന്നത്. നമുക്ക് സമയം 7:30 എന്നാണ് പറഞ്ഞിരുന്നത്, പക്ഷേ സ്വാഭാവികമായും വൈകുന്നുണ്ട്. ഒരു പക്ഷേ നേരത്തെ കമൽ പറഞ്ഞതുപോലെ ഒരു ചെറിയ പ്രതീക്ഷയുടെ ഒരു നേരിയ കണം, അതായത് പാലക്കാട് നിന്ന് ചില ആളുകൾ എത്തിയിട്ടുണ്ട്. അവരുടെ ബന്ധുക്കൾ ഉണ്ടോ ഇതിൽ എന്ന് അറിയാൻ വേണ്ടി, തിരിച്ചറിയാൻ വേണ്ടി. അങ്ങനെയാണെങ്കിൽ ഒരാളെയെങ്കിലും നമ്മളിപ്പോൾ അറിഞ്ഞിരിക്കുന്ന വിവരമനുസരിച്ച് 8 പേരുടെ സംസ്കാരമായിരിക്കും ഇന്ന് നടക്കുക. ഒരാളെയെങ്കിലും തിരിച്ചറിയാൻ കഴിഞ്ഞുവെങ്കിൽ അജ്ഞാതരായ മണ്ണിലേക്ക് അവർക്ക് മടങ്ങേണ്ടി വരില്ല. ആ ഒരു പ്രതീക്ഷ അത് വലുതാണ്. അതായിരിക്കണം ഒരു പക്ഷേ ഈ കാലതാമസത്തിൻ്റെ കാരണം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. കമൽ പറഞ്ഞതുപോലെ ഇപ്പോഴും അവിടെ കാത്തിരിക്കുകയാണ് എല്ലാവരും. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ അത് ഹാരിസൺ എസ്റ്റേറ്റിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്, പുത്തുമലയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. മൃതദേഹങ്ങൾ സംസ്കരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. സർവ്വമത പ്രാർത്ഥനയോടുകൂടിയായിരിക്കും ഇവരെ മണ്ണിലേക്ക്, ഇവർക്ക് ആ യാത്രയയപ്പ്, മണ്ണെടുത്ത ജീവിതങ്ങളാണ്, മണ്ണെടുത്ത മനുഷ്യരാണ്. അവർ മണ്ണിലേക്ക് തന്നെ മടങ്ങുകയാണ്. അതിനുള്ള ഒരുക്കങ്ങൾ, ക്രമീകരണങ്ങൾ എല്ലാ ആദരവോടും കൂടി, എല്ലാ ബഹുമാനത്തോടും കൂടി അത് നടത്താൻ ഒരുങ്ങുകയാണ്. കമൽ, ഒരു പക്ഷേ ആ ക്യാമ്പിൽ കഴിയുന്ന അല്ലെങ്കിൽ അവിടെയൊക്കെ നിൽക്കുന്ന എല്ലാം നഷ്ടപ്പെട്ട ആളുകളുടെ സുഹൃത്തുക്കളോ ഉറ്റവരോ, അവർക്ക് ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിൽ അവർ പരിചയപ്പെട്ട മനുഷ്യരായിരിക്കും ഇപ്പോൾ അനാഥരായി മണ്ണിലേക്ക് മടങ്ങുന്നത്. ഈ പൊതുദർശനം, അവർക്കൊക്കെ ഈ പൊതുദർശനം ഉണ്ടോ അവിടെ ഈ ഹാരിസൺസ് എസ്റ്റേറ്റിൽ? ഹാരിസൺ എസ്റ്റേറ്റിൽ അങ്ങനെ ഒരു പൊതുദർശനത്തിന് സൗകര്യം ചെയ്യുന്നു എന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. അത് എത്ര സമയം ഉണ്ടാകും ഈ വൈകിയ വേളയിൽ എന്ന് അറിയില്ല. മാത്രമല്ല ഇത് തിരിച്ചറിയാത്ത മൃതദേഹങ്ങളുമാണ്, അപ്പോൾ ഒരുപാട് സമയം അവിടെ വെക്കാൻ സാധ്യതയില്ല. 8 ആംബുലൻസുകളിലായാണ് പുറപ്പെടുക. ആദ്യത്തെ ആംബുലൻസാണ് തയ്യാറായി നിൽക്കുന്നത്. മറ്റ് ആംബുലൻസുകളൊക്കെ മറുവശത്ത് ഹൈസ്കൂൾ ഗ്രൗണ്ടിലൊക്കെയായി റെഡിയായി നിൽക്കുന്നുണ്ട്. അത് തുടങ്ങിയാൽ, മൃതദേഹങ്ങൾ കൊണ്ടുപോകാൻ ഉള്ള പ്രക്രിയ തുടങ്ങിയാൽ പെട്ടെന്ന് തന്നെ ഓരോരോ ആംബുലൻസിലായി കൊണ്ടുപോകുമെന്നാണ് മനസ്സിലാവുന്നത്. ഇപ്പോൾ ആരോഗ്യ പ്രവർത്തകർ വാതിൽ തുറന്നിട്ടുണ്ട്. ആരോഗ്യ പ്രവർത്തകരൊക്കെ തയ്യാറായി നിൽക്കുന്നുമുണ്ട്. ഇനി എത്ര സമയം കൊണ്ട് ആദ്യത്തെ മൃതദേഹം കണ്ടിയിലേക്ക് കയറ്റും എന്ന് അറിയില്ല. ഇപ്പോൾ വീണ്ടും പുറത്തു നിന്നുള്ള ഒരാൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഈ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയോ മറ്റോ ആണോ എന്നും അറിയില്ല. ഇപ്പോഴൊരാളെ കൂടി ഈ മോർച്ചറിക്ക് അകത്തേക്ക് പുറത്തുനിന്ന് കയറ്റിയിട്ടുണ്ട്. നേരത്തെ ഒരു കുടുംബം എത്തിയതായി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. എന്താണെങ്കിലും ഒരുപാട് രാത്രി സമയം വൈകുന്നു. ഇനിയും ഒരുപാട് സമയം വൈകാൻ പറ്റില്ല. ഇത്രയും പെട്ടെന്ന് തന്നെ ഈ മൃതദേഹങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അതിനുള്ള തയ്യാറെടുപ്പുകളാണ് മോർച്ചറിയിൽ നടക്കുന്നത്. ആംബുലൻസ് തയ്യാറായിട്ടുണ്ട്. മറ്റ് വാഹനങ്ങളും 8 ആംബുലൻസുകളിൽ വേണ്ടതുണ്ട്. വാഹനങ്ങളൊക്കെ തയ്യാറായിട്ടുണ്ട്. പുത്തുമലയിലും ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ഇവിടെ നിന്ന് മൃതദേഹങ്ങൾ അങ്ങോട്ട് എത്തേണ്ട താമസം മാത്രമാണുള്ളത്. ശരി, കമലാണ് വിവരങ്ങൾ നൽകിയത്. കമലുള്ളത് മേപ്പാടിയിലെ കമ്മ്യൂണിറ്റി ഹാളിലാണ്. നമുക്ക് ഹാരിസൺസ് എസ്റ്റേറ്റിലെ ആ പ്ലാന്റേഷനിലെ ആ ഭൂമി നമുക്ക് കാണാം. കൂട്ടസംസ്കാരത്തിനായി എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായിട്ടുണ്ട്.